ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം കഴിഞ്ഞു. ഇനി ഓണത്തിന് എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളമെല്ലാം നല്ല ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 2 ആഴ്ച കഴിയുമ്പോൾ എന്താണ്, ഓണമല്ലേ? അപ്പം നമുക്ക് ഓണത്തിനുള്ള പരിപാടികളൊക്കെ ചെയ്യണ്ടേ? അപ്പം നമുക്കുണ്ടല്ലോ, വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നേരത്തെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാലുണ്ടല്ലോ കുറേ പണി നമുക്ക് ഒഴിഞ്ഞു കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 കിലോ വെളുത്തുള്ളിയോളമൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് നനവൊന്നും പാടില്ല കേട്ടോ. എന്നിട്ടുണ്ടല്ലോ, ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. ഒരു ഉണങ്ങിയ നേരിയ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് വിടർത്തി വെച്ച് കൊടുത്തിട്ട് ഈ പൊളിച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ വെളുത്തുള്ളിയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ഡബ്ബ എടുത്തിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വെളുത്തുള്ളി തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഇത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഒരു 1/4 കിലോളം ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. എന്നിട്ട് ഇഞ്ചിയുടെ തൊലിയും കളഞ്ഞൊന്ന് കഴുകി ഉണക്കി നമുക്കൊന്ന് എടുക്കണം. അതൊരു തുണി കൊണ്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. എന്നിട്ട് അതുപോലത്തെ തന്നെയുള്ള ഒരു നേരിയ തുണിയിൽ ഞാൻ ഈ ഇഞ്ചി വൃത്തിയാക്കിയത് എല്ലാം ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം മണ്ണും ചെളിയൊക്കെ, ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അതിനകത്ത് മണ്ണും ചെളിയൊക്കെ ഉണ്ടാകും. എന്നിട്ട് അത് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ട് ഈ തുണിയിൽ പൊതിഞ്ഞ് ഒരു ഡബ്ബയിലിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലുണ്ടല്ലോ കുറേ നാൾ ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.